എക്സാം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കും. പക്ഷേ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാം പേപ്പറിൽ എഴുതാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ എഫേർട്ടും അവിടെ നഷ്ടപ്പെട്ടു പോവാണ്. ഒരുപാട് ആളുകൾ എക്സാമിന്റെ തലേ ദിവസം വരുന്ന ടെൻഷൻ അടിച്ച് ഒട്ടുമിക്ക ടോപ്പിക്കുകളും കവർ ചെയ്യും. പക്ഷേ എക്സാം എഴുതി തുടങ്ങുന്ന സമയത്ത് ഒന്നും തന്നെ ഓർമ്മയിൽ വരില്ല. മാത്രമല്ല ഒരുപാട് മിസ്റ്റേക്കുകളും വരുത്തി വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് എക്സാം പേപ്പറിൽ യൂസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, നമ്മൾ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തവണ വായിച്ചു പോകും. യഥാർത്ഥത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പലപ്പോഴും അറിയാറില്ല. എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞ് പലരും പുറത്തു വരുന്ന സമയത്ത് ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആയിരിക്കും അതാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റീഡ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ചെയ്യേണ്ടത്. സോ എക്സാമിൽ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈമിൽ പേപ്പർ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണം, ആദ്യം ഏത് എഴുതണം എന്നൊക്കെ ജസ്റ്റ് ഒരു പ്ലാൻ തയ്യാറാക്കിയെടുക്കുക. സ്മാർട്ടായിട്ട് തന്നെ ആൻസർ ചെയ്യുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമ്പർ 2, എക്സാം ഹാളിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മൾ അധിക പേരും പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് സമയം തികഞ്ഞിട്ടില്ല, എനിക്ക് ഇത്ര സമയം പോരാ എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. ഇങ്ങനെ സമയം തികഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സമയത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, അതായത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. പല കുട്ടികളും അറിയാത്ത ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അങ്ങനെ ഇരുന്ന് ആലോചിച്ച് വെറുതെ സമയം കളയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് പോലും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറിയാത്ത ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. നമ്പർ 3, പല ആളുകളും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണത്. നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും, അതായത് നമുക്കൊരു പരിചയമില്ല, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിന് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതാവും. സോ നിങ്ങളുടെ എക്സാം പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് എഴുതുക. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ആൻസറും എഴുതിയെടുക്കുക. നമ്പർ 4, നമ്മൾ എക്സാം പേപ്പറിൽ എഴുതുന്ന ഓരോ ആൻസറും വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്പർ 5, ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണിത്. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഇത് ശരിക്കും ഒരു മിസ്റ്റേക്കാണ്. നമ്മളിങ്ങനെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല് കുറയാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ആൻസർ പോലും നമ്മൾ മറന്നു പോകാൻ ഇടയാകും. അതേസമയം നമ്മൾ ഈസി ആയിട്ടുള്ളതാണ് ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എളുപ്പത്തിൽ തന്നെ എക്സാം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 6, ഇത് നമ്മളിൽ ഒരുപാട് പേർ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടീച്ചേഴ്സിന് അടുത്ത് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ ടൈം മാനേജ്മെന്റിന് നമ്മൾ ചെയ്യുന്നതാവും, പക്ഷേ അതിനുള്ളൊരു സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യന് നമ്പർ ഇടാത്തതുണ്ടോ, നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യന് വിട്ടുപോയിട്ടുണ്ടോ, മാറി നമ്പർ ഇട്ടതുണ്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എക്സാം പേപ്പർ ചെക്ക് ചെയ്തതിന് മാത്രം എക്സാം ടീച്ചേഴ്സിന് കൈമാറുക. സോ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.